ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത വല്ലാത്തൊരു അനുഭവമാണ് കഅബാലയം. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് നാം ജീവിക്കുമ്പോ 5 നേരം നമസ്കരിക്കുന്ന നമുക്ക് തിരിഞ്ഞു നിൽക്കാൻ പടച്ച തമ്പുരാൻ ഒരുക്കി തന്നൊരു ദേവാലയം, ആദ്യമായി ഭൂമി ലോകത്ത് നിർമ്മിക്കപ്പെട്ട ഭവനമാണ് ബൈത്തുല്ലാ, അള്ളാഹുവിന്റെ വീടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കഅബാലയം. ആ കഅബാലയത്തിന് ഇത്രയേറെ സ്ഥാനം വരാൻ കാരണമെന്താ? ഞാൻ പറഞ്ഞുവല്ലോ, 160 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിന്റെ സമൂഹത്തിന്റെ മനസ്സിന്റെ കനക കൊട്ടാരമായി ആ കഅബ ശരീഫ് മാറിയത്. താജ്മഹലിന്റെ മനോഹാരിത കഅബാലയത്തിനില്ല. നാം ഓർക്കണം, ലോകത്തെ സത്താത്ഭുതങ്ങളിൽ ഇന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന, കാക്കുന്നവന്റെ കണ്ണ് വല്ലാതെ മഞ്ഞളിച്ചു പോകുന്ന ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറകളാണല്ലോ താജ്മഹൽ. ആ താജ്മഹലിന്റെ മനോഹാരിതയോ അതിന്റെ നിറമോ ഭംഗിയോ കഅബാലയത്തിനില്ല. ഖുതുബ് മിനാറിന്റെ ഉയരമോ ഉത്തുംഗതയോ ഇല്ല. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട, ഇന്ന് ഏറ്റവും കൂടുതൽ ഉയരം ചെയ്യുന്ന ഇന്ത്യയുടെ സ്തൂപമായി നമ്മൾ കാണുകയും ഖുതുബുദ്ദീൻ ഐബക്ക് പണി കഴിപ്പിച്ച ആ പരിശുദ്ധമായ ഖുതുബ് മിനാറിന്റെ ഉയരമോ ഉത്തുംഗതയോ കഅബാലയത്തിനില്ല. പിരമിഡുകളുടെ വിസ്മയാത്മകത ഒന്നുമില്ല. എന്നിട്ടും എന്തേ 160 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിന്റെ മനസ്സിന്റെ കനക കൊട്ടാരമായി ഈ കഅബാലയം മാറിയതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോഴും നമ്മുടെ മുഖവും നെഞ്ചും തിരിച്ചു വെക്കുന്നത് അങ്ങോട്ടാണ്. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുമ്പോ അവസാനമായ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യനെയോ ആ മനുഷ്യനെ തിരിച്ചു കിടത്തുന്നതും ആ കഅബാലയത്തിന്റെ നേരെയാണ്. അവസാനമാ റൂഹങ്ങ് പിരിയുമ്പോ ആ മയ്യത്ത് കട്ടിൽ എടുത്തു വെക്കുന്നതും ആ ഖിബലയ്ക്ക് നേരെയാ. അതുകൊണ്ടും അവസാനിച്ചില്ല. ഒരു മനുഷ്യന്റെ മയ്യത്ത് അവസാനമായി ആളുകൾ കൊണ്ടുപോയി വേളാവൂര് പള്ളിയുടെ കബറിടത്തിലേക്ക് 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോഴോ ആ മുഖവും ഹൃദയവും തിരിച്ചു വെക്കുന്നത് ആ കഅബാലയത്തിന്റെ നേരെയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയേറെ മഹത്വം വരാ, ഇത്രയേറെ പവിത്രത വരാ ആ കഅബാലയത്തിന് എന്തേ അല്ലാഹു ഇത്രയേറെ മഹത്വം കൊടുക്കാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പവിത്രത വന്നത്? എന്താണ് ആ കഅബ? ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെയും മനസ്സ് യാചിക്കുകയാണ്, മനസ്സ് കൊതിക്കുകയാണ് ആ കഅബാലയത്തിന്റെ മുറ്റത്തൊന്നെത്താൻ, അതൊന്ന് കാണാൻ, നേരിട്ട് അതൊന്ന് സ്പർശിക്കാൻ, അതൊന്ന് ദർശിക്കാൻ കൊതിക്കാത്ത മനസ്സുകളില്ല, ആഗ്രഹിക്കാത്ത ശരീരങ്ങളില്ല. അവിടെയൊന്നെത്താൻ മനസ്സുകൊണ്ട് ദുആ ചെയ്യാത്ത എത്രയെത്ര സദസ്സുകളിൽ, എത്രയെത്ര വേദികളിൽ ഈ വിനീതനായ ഞാൻ പോകുമ്പോ ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞ കണ്ണുനീരോടെ പലരും ഹജ്ജ് ചെയ്യാൻ, കഅബാലയത്തിൽ ഒന്നെത്താൻ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതെല്ലാവരുടെയും മനസ്സിന്റെ സ്പന്ദനമാണ്. അതുപോലെ എന്റെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരുപാട് ആഗ്രഹിച്ചു മനസ്സിൽ, ഒരുപാട് കൊതിച്ചു മനസ്സുകൊണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് അങ്ങ് വന്നണഞ്ഞപ്പോ അവന്റെ പരിശുദ്ധമായ വീട്ടിലെത്താ അല്ലാഹു ഭാഗ്യം അടുത്തെത്തിച്ചപ്പോ ഈ വിനീതനായ ഞാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോ മനസ്സിൽ വല്ലാത്തൊരു കൊതിയാണ്. ഞാൻ എങ്ങോട്ടാ പോകുന്നത്? എവിടെയാണ് ഇറങ്ങാൻ പോകുന്നത്? എവിടെയാ ചെല്ലുന്നത്? ആരെ കാണാനാ പോകുന്നത്? ആരോട് സല്ലപിക്കാനാ പോകുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഞാൻ പോകുന്ന ഫ്ലൈറ്റ് കഅബാലയത്തിന്റെ അടുത്ത പ്രദേശമായ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങാൻ പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് കഅബാലയത്തിന്റെ ചുറ്റുഭാഗവും അതിന്റെ മലമടക്കുകളും അതിന്റെ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും മനോഹരമായ താഴ്വരകളും അതേപോലെ റോഡുകളും നിർമ്മിക്കപ്പെട്ട ലൈറ്റുകളും മനോഹാരിത കണ്ടുകൊണ്ട് മനസ്സ് വല്ലാതെ കൊതിക്കുകയാ. അവസാനമാ കഅബ ശരീഫിന്റെ അടുത്തുള്ള ജിദ്ദ എന്ന പ്രദേശമായ ആ എയർപോർട്ടിൽ ഇറങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ കഅബാലയത്തിന് ഈ ജിദ്ദയിൽ നിന്ന് എത്ര ദൂരമുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷേ മനസ്സുകൊണ്ട് ഒരുപാട് 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 വർഷങ്ങളായി കൊതിച്ചിരുന്ന കഅബയുടെ മുന്നിലേക്കാ പോകുന്നത്. മനസ്സ് വല്ലാതെ തുടിക്കുകയാണ്, ഇടിക്കുകയാണ്, വല്ലാതെ സ്പർശിക്കുകയാണ്. എന്റെ മസ്തിഷ്കം വല്ലാതെ വിയർക്കുകയാണ്. ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഇത് പറയുമ്പോ
എന്റെ പ്രിയമുള്ളവരെ, മനസ്സിൽ നിന്നും ആ കാബ തെളിഞ്ഞു വരികയാണ്. അങ്ങനെ ബസ്സിലെ യാത്ര ചെയ്യുമ്പോ ബസ്സിൽ നിന്നും അനൗൺസ് കേൾക്കുകയാണ്. ഞങ്ങളുടെ അമീർ വിളിച്ചു പറയുന്നു, നമ്മൾ ഇറങ്ങാൻ പോകുന്നത് മക്കത്തുൽ മുക്കറമയിലാ, കഅബ ശരീഫിന്റെ തിരുമുറ്റത്താണ് കേട്ടോ. അതുകൊണ്ട് ലബ്ബൈക മുറുക്കിക്കോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം വന്നൊരു നിമിഷമാ ഉംറയുടെ ഡ്രസ്സങ്ങ് ധരിച്ചപ്പോ നിമിഷത്തിലുണ്ടായ മനസ്സിന്റെ അനുഭൂതി വല്ലാത്തൊരു അനുഭൂതിയാ. തീർന്നില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വന്നൊരു വചനമേതെന്നറിയോ? പഠിക്കുമ്പോഴും കിതാബോധുമ്പോഴും ലബ്ബൈക പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ജീവിതത്തിന്റെ യാത്രയിലങ്ങ് വന്നപ്പോ അത് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അടിയിൽ നിന്നങ്ങ് നിറഞ്ഞു പൊങ്ങിയപ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ജീവിതത്തിലേറ്റ വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ കഅബാലയത്തിന്റെ തിരുമുറ്റത്തെത്തി ഹറമിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലെ റൂമിൽ കൊണ്ടുപോയി സാധന സാമഗ്രികൾ വെച്ചിട്ട് ഞാൻ കഅബയിലേക്ക് പോവുകയാണ്. മനസ്സ് വല്ലാതെ തുടിക്കുകയാ. ഞാൻ ആരെയാ കാണാൻ പോകുന്നത്? ആരുടെ മുന്നിലേക്കാ, ആരുടെ അടുത്തേക്കാ ഞാൻ പോകുന്നത്? മനസ്സിലുണ്ടായ അനുഭവം വല്ലാത്തൊരു അനുഭവമാ. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, ആ കഅബാലയത്തിലേക്ക് ഹറമിന്റെ ബാബുൽ ഫത്ഹ് എന്ന് പറയുന്ന വാതിലിലൂടെ ഞാൻ കടന്നു ചെന്നപ്പോ ഞങ്ങളോട് ഞങ്ങളുടെ അമീർ പറഞ്ഞു, നോക്കല്ലേ നോക്കല്ലേ, ഒറ്റയടിക്ക് ഒളിഞ്ഞും പാത്തും കഅബ ശരീഫ് നോക്കല്ലേ, ഞാൻ നിങ്ങളെ കൊണ്ടുപോയി അതിന്റെ മുന്നിൽ നിർത്തിത്തരാ. അതുവരെയും നിങ്ങൾ തൂണുകളുടെ ഇടയിലൂടെ പാത്തും പതിഞ്ഞും നോക്കല്ലേ, അതിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുപോയി നിങ്ങളെ നിർത്തിത്തരാ. മുമ്പിലെത്തുമ്പോഴേ നിങ്ങൾ നോക്കാവോ. ഒറ്റയടിക്ക് നോക്കുമ്പോ നിങ്ങളുടെ മനസ്സിനകത്ത് പൊന്തി വരുന്ന എല്ലാ ദുആക്കളും നിങ്ങളുടെ പ്രാർത്ഥനയോ അത് ഖബൂലിയത്തുള്ളതാണ്, അത് പടച്ചോൻ സ്വീകരിക്കുന്നതാ എന്ന് പറഞ്ഞ് കുനിഞ്ഞു നടക്കുകയാ. അങ്ങനെ കഅബാലയത്തിന്റെ തൊട്ടുമുറ്റത്തെത്തിയപ്പോ ഞങ്ങളോട് പറഞ്ഞു, ഇനി നേരെ നോക്കിക്കോ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഇതേപോലൊരു കാഴ്ച കണ്ടിട്ടില്ല, ഇതേപോലൊരു രംഗം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ ചെങ്കോലും കിരീടവും അണിഞ്ഞ് സിംഹാസനത്തിൽ ചടഞ്ഞു കൂടിയിരിക്കുന്ന ഒരു വലിയ രാജാവിന്റെ പ്രതീകത്തോടുകൂടി, വലിയ ശിരസോടുകൂടി ആകാശം മുട്ട് ഉയർന്നു നിൽക്കുന്ന വലിയൊരു ഭീമമായ കറുകറുത്ത ബിൽഡിംഗ് ആണ് എന്റെ കണ്ണിൽ പെടുന്നത്. സുബ്ഹാനല്ലാഹ്, അത് നോക്കി നിന്ന് പോയി അരമുക്കാ മണിക്കൂറോളോ അന്നെന്റെ കണ്ണുനീരിന് കണക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ കഅബാലയം ഒന്ന് കാണാ, ആ കില്ലയൊന്ന് പിടിക്കാ. ഓ ഹിജ്റ ഇസ്മായിലിനകത്ത് കയറി 2 റക്അത്ത് നമസ്കരിക്കാ. ഓ ഹദറുൽ അസ്വദ് ഒന്ന് തൊട്ടുമുത്താ. ഓ കനക കൊട്ടാരത്തിന്റെ സ്വർണവാതിലൊന്ന് സ്പർശിക്കാ. ഓ പരിശുദ്ധമായ കില്ല പിടിച്ചുകൊണ്ടെന്ന് കണ്ണുനീര് വാർക്കാ. എന്റെ പ്രിയമുള്ള വേളാവൂരുള്ള സഹോദരാ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എത്ര അത്ഭുതങ്ങളാ, എത്ര കഥകളാ കഅബാലയത്തിന്റെ മുറ്റത്തിന് പറയാനുള്ളത്. ഒരു നിമിഷം പോലും അണമുറിയാതെ, ഒരു സെക്കൻഡ് പോലും മുറിയാതെ, ഒരു പുഴയൊഴുകുന്ന പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തവാഫിൽ അണിചേരുന്ന നൂറുകണക്കിന് ആളുകള് ലബ്ബൈകയും റബ്ബനാ ആതിനാ എന്ന ദുആയും കൊണ്ട് മുഖരിതമായ ആ കഅബാലയത്തിന്റെ മുറ്റത്തൊഴുകിക്കൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളെ കാണുമ്പോ, ഓ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പുഴിക്കളെ പോലെ ആ കഅബാലയത്തിന്റെ പരിശുദ്ധമായ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന 100 ശരീരങ്ങളുണ്ടല്ലോ. ഓ പരിശുദ്ധമായ മുൽതസിം എന്ന് പറയപ്പെടുന്ന ആ വാതിലൊന്ന് കെട്ടിപ്പിടിക്കാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. അപ്പൊ കഅബ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനമാണ്.
പക്ഷെ നമ്മൾ തിരിച്ചറിയാത്ത പലതും കഅബയുമായി ബന്ധപ്പെട്ടതുണ്ട്. പ്രത്യേകിച്ച് എന്റെ ഉമ്മമാർ, സഹോദരിമാർ, നെറികെട്ട ജീവിതം കൊണ്ടും വളരെ മോശമായ ജീവിത ശൈലി കൊണ്ടും ആർഭാടവും ആനന്ദവും ജീവിതത്തിലേക്ക് കൊടികുത്തി വാണപ്പോ അള്ളാഹുവിനെയും അവന്റെ ചിഹ്നങ്ങളെയും ജീവിതത്തിൽ നിന്നും പാടെ മറന്നുപോയ ഒരു വിഭാഗം പെൺകുടിമാര് മനസ്സിലാക്കിക്കോ, ഇന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് തവാഫ് ചെയ്യുമ്പോ അവർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മണ്ണിന്റെ അടിയിൽ, ആ ടൈൽസിന്റെ അടിയിൽ 2 ഖബറുകളുണ്ട് കഅബാലയത്തിന്റെ മുറ്റത്ത്. അതാരുടെ ഖബറെന്നറിയോ? പ്രിയപ്പെട്ട ഒരു ഉമ്മയുടെയും വത്സലപുത്രനായ ഒരു മകന്റെയും ഖബറാൻ. ജീവിതത്തിൽ ഇന്നേ വരെ മറക്കാനാവാത്ത, ആർക്കും മനസ്സിൽ നിന്നും മായാത്ത 2 വ്യക്തിത്വങ്ങളാ ആ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോ അത് ആരൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആദ്യമായി കഅബാലയം ആരാണ് കഅബയിലേക്ക് ആദ്യം പോയി? നമ്മുടെ നാട്, ഈ ഇന്ത്യ രാജ്യവുമായി കഅബാലയത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അവിടെ കഅബാലയത്തിന് ഇന്ത്യയുമായുള്ള ബന്ധം. ആദ്യമായി കഅബയിൽ പോയി ഹജ്ജ് ചെയ്തത് ആരാന്നറിയാം? ലോകത്ത് ആദ്യമായി ഹജ്ജ് ചെയ്ത മനുഷ്യൻ ആരെന്ന് പറയാമോ ആർക്കെങ്കിലും സദസ്സിൽ നിന്ന്? ആദം നബി അലൈഹിസ്സലാം. ഉത്തരം കറക്റ്റാണ്. ആദ്യമായി കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി ഹജ്ജ് ചെയ്ത മനുഷ്യൻ സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവ്വലു മൻ ഹജ്ജ ഇലൽ ബൈത്തി ആദം അലൈഹിസ്സലാം. ആദ്യമായി കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഹജ്ജ ആദമു മിനൽ ഹിന്ദി മാശിയൻ 40 ഹിജ്ജത്തൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഇന്ത്യയിൽ നിന്ന് നടന്നുപോയി 40 ഹജ്ജ് ചെയ്തു സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അപ്പൊ ആദം നബിയുടെ മനസ്സിൽ കഅബയോടുണ്ടായിരുന്ന ആർത്തിയും അത്യാർത്തിയും ആദരവും എത്രയുണ്ടെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആകപ്പാടെ ആദം നബി അലൈഹിസ്സലാം ചെയ്ത ഹജ്ജിന്റെ എണ്ണം 90 ഹജ്ജ് ചെയ്തു ആദം അലൈഹിസ്സലാം. അതിൽ 40 ഹജ്ജും ഇന്ത്യയിൽ നിന്നാണ്. കാരണം എന്തെന്നറിയില്ലേ? ആദം നബി അല്ലാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ചു. മനുഷ്യന്റെ ഉൽപ്പത്തി സ്വർഗത്തിലാണ്. അവിടുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പഴമൊക്കെ പറിച്ചു കഴിച്ചപ്പോ പുറത്തേക്ക് വരേണ്ടി വന്നു, അല്ലേ? അങ്ങനെ ഇറക്കി വിട്ടു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്വർഗത്തിൽ നിന്ന്. ആദം നബി എവിടെ ഇറങ്ങിയത്? ആദം മല. അത് ഏത് രാജ്യത്താണ്? ശ്രീലങ്ക. ജിദ്ദയിലല്ല, ശ്രീലങ്കയിൽ. ഈ ശ്രീലങ്ക അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ശ്രീലങ്ക. മക്കൾ പറയാൻ കാരണം മദ്രസയിലുള്ള പാഠപുസ്തകത്തിലുണ്ട് ഇതെല്ലാം. അതുകൊണ്ട് മക്കൾക്ക് അതിപ്പോ ഓർമ്മ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ആദം അലൈഹിസ്സലാം ഇന്ന് ആദം മല എന്നറിയപ്പെടുന്ന ഹിമാലയത്തിന്റെ മുകളിലാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് കാലുകുത്തുന്നത്. 2 കാൽപ്പാടുകൾ ഇന്നും അവിടെ കാണാം. പരിശുദ്ധവും പരിപാവനവുമായ 3 കാൽപ്പാടുകൾ ഇന്നും ലോകത്ത് മായാതെ മറയാതെ ലോകത്തിന്റെ മുന്നിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ കാൽപ്പാടുകൾ? ഒന്ന് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപ്പാടുകൾ. ഹിമാലയത്തിന്റെ മുകളിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നപ്പോ ആ പരിശുദ്ധമായ 2 പാദങ്ങൾ, സ്വർഗത്തിൽ നിന്ന് പറിച്ചെടുത്ത പാദങ്ങൾ പിന്നെ ചവിട്ടുന്നത് ഇന്ത്യയിലാണ്. സ്വർഗത്തിൽ നിന്ന് പറിച്ചെടുത്ത 2 പാദം പിന്നെ ചവിട്ടുന്നത് ഇന്ത്യയിലാണ്. അതാണ് ഇന്ത്യയുടെ പവിത്രത. രണ്ടാമതൊരു കാൽപ്പാടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തെത്തുമ്പോ 2 കാൽപ്പാടുകൾ നമുക്ക് കാണാം. അത് ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് തിരിച്ചറിയും, മനസ്സിലാവും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പണിത് മുകളിലേക്ക് വന്നപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാം മലയിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ലുകൾ എടുത്തു വെക്കാൻ ഉയരം മതിയാകാതെ വന്നപ്പോ ഒരു കല്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാം ജബലു അബി ഖുബൈസിൽ നിന്ന് ഒരു കല്ല് കൊണ്ടുവന്നു. അതിന്റെ മുകളിലേക്ക് ഇബ്രാഹിം നബി കയറി നിന്നപ്പോ ഫറഫഹു ഇലാ ബൈത്തില്ലാഹ്, അല്ലാഹുവിന്റെ വീടിന്റെ പരിപൂർണതയിൽ എത്തിക്കാൻ വേണ്ടി ആ കല്ല് ഇബ്രാഹിം നബിയെ കൊണ്ടൊരു സ്പ്രിംഗ് പോലെ പൊങ്ങുകയും താങ്ങുകയും താഴുകയും ചെയ്തു. അവിടെ ഇബ്രാഹിം നബിയുടെ 2 കാൽപ്പാടുകൾ നമുക്ക് കാണാം. ഇന്ന് മക്കയിൽ ചെല്ലുമ്പോ ഈ 2 കാൽപ്പാടുകൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എന്താണ്? എന്റെ കൈയുടെ നീളമുണ്ട്, ഒരു കാലിന്റെ നീളം. ചിന്തിക്കാൻ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല.
നമുക്ക് മുമ്പുള്ള ആളുകൾ ഓരോ ജനറേഷനും കഴിഞ്ഞു വരും തോറും ആളുകൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് വൃദ്ധരായ ആളുകൾ, എന്റെ പ്രായത്തിലുള്ളവരും എന്നേക്കാൾ പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഒരു 10-15 വർഷം മുമ്പൊക്കെ SSLCക്കും +2 ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, +2 ഇല്ലാതിരുന്ന കാലഘട്ടം, പ്രീ ഡിഗ്രിക്കും മറ്റൊക്കെ പഠിച്ചിരുന്ന കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വലിയ കുട്ടികളായിരുന്നു. 10ാം ക്ലാസ്സുകാരനെന്ന് പറയുമ്പോഴേ നല്ല തട്ടുതടിയൊക്കെ ഉള്ള ഒരാളെയാണ് മനസ്സിൽ ഓർമ്മ വരിക. ഇന്ന് അങ്ങനെയാണോ? ഈ ഇരിക്കുന്ന മക്കൾ ഞാൻ മനസ്സിലാക്കുന്നത് പലരും 10ാം ക്ലാസ് കഴിഞ്ഞവരാ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പോലും കുട്ടികൾ കൊച്ചുകുട്ടികളാണ്. കണ്ട ഓർക്കും 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. ജനറേഷൻ കഴിഞ്ഞു വരുന്തോറും, മുന്നോട്ട് പോകുന്തോറും ചെറുതായി വരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ 4000 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയ്യിദുനാ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം എത്ര വലിയ പാദത്തിന്റെ ഉടമയായിരുന്നുവെന്ന് മനസ്സിലാക്കണം. മൂന്നാമതൊരു കാൽപ്പാടുണ്ട് എവിടെയെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആദ്യത്തെ ഖിബ്ലയായിരുന്ന ബൈത്തുൽ മുഖദ്ദസിലെ ആ മഞ്ഞ കുബ്ബയുണ്ടല്ലോ, ഖുബ്ബത്തുൻ സഖറാ. ഓ മഞ്ഞ കുബ്ബയുടെ അടിയിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ 2 കാൽപ്പാടുകൾ ഇന്നും നമുക്ക് കാണാം. എങ്ങനെ വന്നതാണ് അറിയില്ലേ? മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തിലേക്ക് കടന്നു പോകാ, ജിബ്രീലിന്റെ ചിറകിലേക്ക്, ആ തളികയിലേക്ക് കയറാൻ വേണ്ടി ഈ ഭൂമിയിൽ നിന്ന് അവസാനമായി കാല് പറിച്ചെടുത്ത സ്ഥലമാ. ആ സ്ഥലത്ത് ഇന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ പാദങ്ങൾ പതിഞ്ഞിരിപ്പുണ്ട്. ഈ 3 കാൽപ്പാടുകളാ ലോകത്ത് ഇന്നും ലോകർക്ക് കാണാൻ അല്ലാഹു അവശേഷിപ്പിച്ചിട്ടുള്ളത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യയിൽ വന്നു. ഇവിടെ നിന്ന് 40 ഹജ്ജ് ചെയ്തു. 40 ഹജ്ജിലും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ. ആദം നബി അലൈഹിസ്സലാം കരയുകയാണ്. കാരണം സ്വർഗത്തിൽ സൃഷ്ടിച്ച ആദമിന് ഒരു ഇണയെ കൊടുത്തിരുന്നു അല്ലാഹു. ആ ഇണ നഷ്ടപ്പെട്ടു പോയി. 3 പേരെയും 3 സ്ഥലത്താണ് അല്ലാഹു ഇറക്കിയത്. ആദം അലൈഹിസ്സലാം, ഹവ്വ റളിയല്ലാഹു തആല അൻഹ, ഇവരെ 2 പേരെയും തെറ്റിച്ച വേറെ 3ാമതൊരു ബിരുദനുണ്ടല്ലോ. അതാരാണ്? ഇബ്ലീസ്. അപ്പൊ ലഅനത്തുല്ലാഹി അലൈഹി, ആദം നബിയെയും ഹവ്വായെയും ഭൂമിയിലേക്ക് ഇറക്കി. സ്വർഗത്തിൽ അപ്പൊ ആരുണ്ട്? ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസിനെ അപ്പൊ അവിടെ വെച്ചേക്കാൻ പറ്റൂലല്ലോ. ഇവരുടെ കൂടെ അവരും വരണ്ടേ? എന്നാലല്ലേ ഇവിടെ വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനും പരസ്പരം കടിച്ചു കീറാനും അസൂയ വെക്കാനും ആള് വേണ്ടേ? അല്ലേ? ഒരു വരവും കൊടുത്തോണ്ട് അല്ലാഹു പറഞ്ഞു വിട്ടു, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ ഇറങ്ങിക്കോ എല്ലാരും ഭൂമിയിലേക്ക്. ബഅദുകും ലിബഅദിൻ അദു, പരസ്പരം ശത്രുക്കളായിരിക്കും നിങ്ങൾ. ശരിയാണ്. നമുക്കിന്ന് പരസ്പരം ശത്രുതയാണ്. മനസ്സിൽ പലരോടും പകയും വിദ്വേഷവുമാണ്. ഇത് അല്ലാഹു തആല ഇബ്ലീസ് മുഖേന നമുക്ക് തന്നൊരു വരമാണ്. അതുകൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ട് അല്ലാഹു നമ്മളെ ഒന്നാക്കട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ആദം നബി അല്ലാഹു ഇന്ത്യയിൽ ഇറക്കി, ഹവ്വാ ബീവിയെ ഇറക്കിയത് ജിദ്ദയിലാണ്, 7 കടലിന്റെയും അക്കരെ. കൂട്ടത്തിൽ ഇബ്ലീസിനെയും ഇറക്കി. എവിടെന്നറിയോ? ജോർദാനിൽ. ഈ 3 സ്ഥലത്തായി 3 പേരെയും മോചിപ്പിക്കപ്പെട്ടു. പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? ബഹുമാനമുള്ള സഹോദരന്മാരെ, അങ്ങനെ ഇറങ്ങി വന്ന ആദം നബി അലൈഹിസ്സലാം ഹജ്ജ മാശിയം മിനൽ ഹിന്ദി 40 ഹിജ്ജതൻ, ഇന്ത്യയിൽ നിന്ന് 40 ഹജ്ജ് ചെയ്തു. ഓരോ ഹജ്ജിന് വേണ്ടി മക്കാ മുകറമയിലേക്ക് നടന്നു പോകുമ്പോ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു, ആദമേ നീ പറഞ്ഞോ നിന്റെ നാവ് കൊണ്ട്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്തു പോയത് കൊണ്ടാ ഞാൻ ഇന്ന് ഏകാന്തവാസം അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് പുറത്തു തരണേ അല്ലാ, നീ മാപ്പാക്കണേ തമ്പുരാനെ. നീ ഞങ്ങളോട് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടവാളികളിൽ പെട്ടവരാ. അതുകൊണ്ട് ഞങ്ങളെ നീ രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പറയാൻ പറഞ്ഞു അല്ലാഹു തആല. ഈ ദുആയും പറഞ്ഞുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ നടക്കുന്നത്. നോക്കണം, ഇന്ത്യയിൽ 40 ഹജ്ജ് ചെയ്തു നടന്നിട്ട് ആദം നബി അലൈഹിസ്സലാം ഒരു തെറ്റ് ചെയ്തപ്പോ അള്ളാന്റെ പണിഷ്മെന്റ് നോക്കണം. അവസാനം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ പരിശുദ്ധമായ മക്കാ മുകറമയുടെ പരിസരമായ അറഫയിൽ വെച്ച് ഹവ്വായിനെ കണ്ടുമുട്ടുകയാണ് ഉണ്ടായത്.
അങ്ങനെ രണ്ടുപേരും കുടുംബമായത് ഭൂമിയിൽ ആദ്യത്തെ കുടുംബം മക്കയിൽ വെച്ചാണ്. ഭൂമിയിൽ ആദ്യത്തെ കുടുംബം. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഭാര്യയില്ലാതെ പിന്നെ സംസാരിക്കാനും സഹകരിക്കാനും ആരുമില്ലാതെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് കരഞ്ഞു ഈ മണ്ണിൽ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫനബത മിൻ ദുമൂഇഹി അൽഊദു വസ്സന്ദലു വസ്സഞ്ചബീൽ. ആദം നബി അലൈഹിസ്സലാം കരഞ്ഞ് 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 കണ്ണുനീരൊലിപ്പിച്ച ഈ ഇന്ത്യൻ മണ്ണിൽ 3 സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ലാഹു മുളപ്പിച്ചു ആദം നബിയുടെ കണ്ണുനീരിൽ നിന്നും. എന്തൊക്കെയാണ്? ഒന്ന് അൽ ഊദ്. ഊദ്, ലോകത്തെ ഏറ്റവും സുഗന്ധദ്രവ്യമായ ഏറ്റവും കൂടിയ ഊദ് ഇന്ത്യയുടെ ഊദാണ്. വസ്സന്തലു, ചന്ദനം, ഈ പരിശുദ്ധമായ നാടിന്റെ സംഭാവനയാണ്. വസ്സഞ്ചബീൽ, ഇഞ്ചി. ഇഞ്ചി സ്വർഗത്തിന്റെ വിഭവമാണ്. വയുസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സഞ്ചബീലാ. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ഭക്ഷണ പദാർത്ഥത്തിന്റെ സ്വർഗത്തിൽ പിന്നെ ഉണ്ടാക്കപ്പെടുന്ന പാചകം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിന്റെ ചേരുവയാണ് ഇഞ്ചി. അതും അതിന്റെ തുടക്കവും ഈ ഇന്ത്യയിൽ നിന്നാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇനിയുമുണ്ട് ഇന്ത്യയുമായി ബന്ധം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം പിന്നീട് ഒരു പ്രവാചകൻ വന്നു, നൂഹ് നബി അലൈഹി സ്വലാം. അന്ന് വരെയും ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളും ആദം നബിയുടെ ഖബറുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒരഭിപ്രായം അനുസരിച്ച് ആദം നബി എവിടെയാണോ ഇറങ്ങിയത് അവിടെ തന്നെയാണ് ആദം നബിയുടെ ഖബർ എന്നാണ്. അതെ, ഹിമാലയത്തിന്റെ മുകളിൽ. അതല്ല, അബൂ ഖുബൈസ് മലയിലാണെന്നും അതേപോലെ കഅബ ഷരീഫിന്റെ ഉള്ളിലാണെന്നും ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. എന്തുമായി കൊള്ളട്ടെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ഇറങ്ങുന്നത് ഈ ഇന്ത്യൻ മണ്ണിലാണ്. അന്ന് കഅബാലയമില്ല. കഅബാലയമോ മക്ക എന്നൊരു പ്രദേശമോ ഭൂപടത്തിൽ കാണാൻ കഴിയില്ല. കാരണം എന്താണ്? ഒരു പ്രാധാന്യവുമില്ലാതെ, ആർക്കും ആരെയും തിരിച്ചറിയാതെ, ആരും ഒരു മനുഷ്യര് പോലും ഇല്ലാത്ത കാലം. ആ കാലഘട്ടത്തിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ നിന്ന് ഹജ്ജിന് പോയത്. കാരണം എന്താണ്? ആദം നബി വന്നതിന് ശേഷം അവിടെ കഅബ ഉണ്ടായി. അതിനെപ്പറ്റി ഞാൻ പറയാം. അതിനു മുമ്പ് പിന്നീട് ഈ രാജ്യത്ത്, ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന വേറൊരു വിഭാഗമായിരുന്നു ദ്രാവിഡന്മാർ. അല്ലെ? ആരാണ് ഈ ദ്രാവിഡന്മാർ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകനാണ് സാം, പ്രവാചകനായിരുന്നു അലൈഹി സ്വലാത്തു വസ്സലാം. ആ സാമിന്റെ സഹോദരി നൂഹ് നബിയുടെ മകൾ, ആ മകളുടെ പേര് ദഅഫത്ത് എന്നാണ്. ഈ സഹോദരി, ഈ സാം എന്ന് പറയുന്ന പ്രവാചകന്റെ, നൂഹ് നബിയുടെ മകനായ സാം എന്ന പ്രവാചകന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായിരുന്നു ഭാഷകളിലുള്ള നൈപുണ്യം. സെമിറ്റിക് ഭാഷ സാമിന്റെ ഭാഷയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സാമിന്റെ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്തായിരുന്നു തന്റെ ആളുകളെ സംസ്കാരം നഷ്ടപ്പെട്ടു പോയ നാടുകളിലേക്ക് സംസ്കാരം കരുപിടിപ്പിക്കാൻ വേണ്ടി തന്റെ കുടുംബങ്ങളെ പറഞ്ഞേക്കുമായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട സാം അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ദഅഫത്തിനെയും കുടുംബത്തെയും പറഞ്ഞയച്ചു ഇന്ത്യയിലേക്ക്. അങ്ങനെ അവര് വന്നിവിടെ താമസിച്ചു. എവിടെയാണ് താമസിച്ചതെന്നറിയോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാ തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് അവര് വന്ന് താമസിച്ചതും അവരുടെ സംസ്കാരം എല്ലാ സ്ഥലത്തും എത്തിച്ചതും രാമേശ്വരത്ത് നിന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതുമായി ഹൈന്ദവ പുരാണത്തിന് ബന്ധമുണ്ടതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. ഹിമാലയത്തിന്റെ ദേവനാണ് ശിവൻ, ഹിമാലയത്തിന്റെ ദേവിയാണ് പാർവതി. ശിവനും പാർവതിയും അവരുടെ ദേവതകളാണ്. എന്റെ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നത് ഹിമാലയത്തിന്റെ മുകളിലാ. ആദം നബിയുടെ ഭാര്യയാണ് ബഹുമാനപ്പെട്ട ഹവ്വാ റളിയല്ലാഹു തആല അൻഹാ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോ ഒരുപാട് ചരിത്ര സത്യങ്ങൾ നമുക്ക് തിരിച്ചറിയേണ്ടി വരും. അതുകൊണ്ട് ഒരുപാട് നീട്ടിപ്പരത്തി ഞാൻ പറയുന്നില്ല, നമുക്ക് കഅബയിലേക്ക് മടങ്ങി വരാ. എന്റെ പ്രിയമുള്ളവരെ, ആദ്യമായി കഅബ പണിതതാരെന്നറിയോ? അല്ലാഹു പറയുകയാ, വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന് കോടാനുകോടി മലക്കുകളുണ്ട്. പടച്ചോന്റെ മലക്കുകൾ അർശിനിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അർശിനെ ചുറ്റിക്കൊണ്ടിരുന്ന മലക്കിനോട് അള്ളാഹു പറഞ്ഞു, മലക്കുകളെ, ഇബ്നൂലി ബൈതൻ ഫിൽ അർളി യലൂദു ബിഹി കുല്ലു മൻ സഖത്തു ബിഹി കുല്ലു മൻ സഖത്തു അലൈഹി മിൻ ഖൽഖിന്നാ മിൻ ഖൽഖി. എന്റെ മലക്കുകളെ, എന്റെ അടിമകളായ എന്റെ സമുദായത്തിൽപ്പെട്ട എന്റെ പാവങ്ങളായ ആളുകൾ തെറ്റ് ചെയ്യുന്നവരാണ്, അവര് പാപം ചെയ്യുന്നവരാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ സുഹൃത്തുക്കളുടെ വിളി മൂലമോ ഓരോ സാഹചര്യത്തിലും അവർ തെറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെ തെറ്റ് ചെയ്ത് കറുത്തുപോയ ഹൃദയങ്ങളുണ്ടല്ലോ, കറുത്തുപോയ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടാൻ, ആ ഹൃദയങ്ങൾക്ക് ശാന്തി കിട്ടാൻ പൊയ്ക്കോ കഅബാലയത്തിന്റെ മുന്നിലേക്ക്. അവർക്ക് വന്ന് എന്റെ മുന്നിൽ അഭയം പ്രാപിക്കാ, അവർക്ക് അവരുടെ സങ്കടം പറയാ. ഒരു വീട് മലക്കുകളെ നിങ്ങൾ ഭൂമിയിൽ നിർമ്മിക്കണേ. അങ്ങനെ മലക്കുകളാണ് ആ ബൈത്തുൽ മഅമൂറിന്റെ രൂപത്തിലും രീതിയിലും കഅബാലയത്തിന്റെ തറക്കല്ലിടുന്നത്. കഅബാലയത്തിന്റെ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിക്കുന്നത് അങ്ങനെയാണ്. മലക്കുകളോട് അല്ലാഹു പറയുന്നു, മലക്കുകളെ, നിങ്ങൾ ബൈത്തുൽ മഅമൂറിന്റെ ആകൃതിയിലും രൂപത്തിലും. എന്താണ് ഈ ബൈത്തുൽ മഅമൂർ? വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തുൽ മഅമൂർ. അല്ലാഹു പറഞ്ഞുവല്ലോ, പരിശുദ്ധമായ പരിപാലിക്കപ്പെടുന്ന പരിശുദ്ധമായ ഒരു ഗേഹമുണ്ട്. ആ ബൈത്തുല്ലായ തന്നെ സത്യമെന്ന് സത്യം ചെയ്ത് പടച്ചതമ്പുരാൻ പറഞ്ഞ ബൈത്തുൽ മഅമൂർ എന്ന ഗേഹമുണ്ടല്ലോ, 7 ആകാശത്തിന്റെ മുകളിലാണ്. 7 ആകാശത്തിന്റെയും മുകളിൽ കഅബ പോലെ ഒരു കെട്ടിടമുണ്ട്, കഅബ പോലെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതാണ് ബൈത്തുൽ മഅമൂർ. അതിന്റെ ആകൃതിയിലും അതേ രൂപത്തിലും അതേ ഭാവത്തിലും ഒരു ബിൽഡിംഗ് പണിയാൻ അല്ലാഹു പറഞ്ഞു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മലക്കുകൾ കഅബാലയത്തിന്റെ തറക്കല്ലിടുന്നത്. കഅബാലയത്തിന്റെ എത്ര ചുറ്റളവുണ്ടോ ആ ചുറ്റളവ് മാത്രമേയുള്ളൂ ബൈത്തുൽ മഅമൂറിന്റെയും അളവുകൾ. ആകാശലോകത്ത് മലക്കുകൾക്ക് തവാഫ് ചെയ്യാൻ അല്ലാഹു തആല ഒരു ബിൽഡിംഗ് പണിഞ്ഞതുപോലെ ഭൂമി ലോകത്ത് ഒരു ബിൽഡിംഗ് പണിയാൻ അല്ലാഹു പഠിപ്പിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട മലക്കുകൾ കഅബാലയത്തിന് തറക്കല്ലിട്ടു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ഹജ്ജിന് വേണ്ടി കഅബാലയത്തിലെത്തിയപ്പോ മലക്കുകൾ നിർമ്മിച്ചൊരു അസ്ഥിവാരം മാത്രമാണ് കാണാനുള്ളത്. അങ്ങനെ ആദം നബി അതിന്റെ മുകളിൽ ഒരു പുൽക്കൂട് നിർമ്മിക്കുകയാണ്. ഈ കഅബാലയത്തിന്റെ തറക്കല്ലിന്റെ മുകളിൽ 4 തൂണിൽ ഒരു പുല്ലുകൊണ്ട് ഈത്തപ്പനയുടെ മടലുകൾ കൊണ്ട് ഒരു മേൽക്കൂര നിർമ്മിച്ചു. അതങ്ങനെ കഴിഞ്ഞുകൂടി വർഷങ്ങളോളം. ബഹുമാനപ്പെട്ട ശീസ് അലൈഹിസ്സലാം, ആരാണ് ശീസ് നബി? ആദം നബിയുടെ ഒരു മകനാണ്. ആദം നബിക്ക് 40 മക്കളാണ്. 40 മക്കളിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ചരിത്രമൊക്കെ നിങ്ങൾക്കറിയല്ലോ. 40 മക്കളെ 21 പ്രാവശ്യമായിട്ടാണ് ഹവ്വാ ബീവി പ്രസവിക്കുന്നത്. ഒരു പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും. ആ ലെവലിൽ 21 പ്രസവം നടത്തി. 20ാമത്തെ പ്രസവത്തിൽ ശീസ് നബി അലൈഹിസ്സലാം ജനിച്ചു. ഒപ്പം മറ്റേ പെൺകുട്ടി ജനിച്ചില്ല. അടുത്ത പ്രാവശ്യം 21ാമത്തെ പ്രസവത്തിലാണ് സഹോദരി ജനിക്കുന്നത്. അങ്ങനെയാണ് ശീസ് നബി അലൈഹിസ്സലാം ഒറ്റപ്പെട്ട ഒരു മകനായി ആദം നബി അലൈഹിസ്സലാമയുടെ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ആദം നബിയുടെ കരങ്ങൾ കൊണ്ട് പുൽക്കൂട് നിർമ്മിച്ചുവല്ലോ. പുൽക്കൂടിന്റെ ചുവട്ടിലായി കളിമണ്ണും അതേപോലെ കട്ടയും കല്ലും കൊണ്ട് ഭിത്തി നിർമ്മിച്ചു. ആദ്യമായി സയ്യിദുനാ ശീസ് അലൈഹിസ്സലാം, ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് കഅബാലയത്തിന്റെ ഭിത്തി നിർമ്മിക്കുന്നത്. ബനാഹാ നബിയുനാ ശീസ് അലൈഹിസ്സലാം ബിത്തീനി വൽ ഹിജാറ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കളിമണ്ണും കല്ലും കൊണ്ട് ഭിത്തി നിർമ്മിച്ചത് ആദ്യമായി സയ്യിദുനാ ശീസ് അലൈഹിസ്സലാം, ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പണിത ആ കഅബ പിന്നീട് നശിച്ചിട്ടില്ല. കഅബാലയം നശിക്കുന്നത് പിന്നെ നൂഹ് നബിയുടെ ജലപ്രളയത്തിലാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജലപ്രളയം, അതോടുകൂടി എല്ലാ അസ്ഥിവാരം പോലും നഷ്ടപ്പെട്ടു. പിന്നീട് പുനർനിർമ്മിക്കുന്നത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി നമുക്ക് ഖുർആനിന്റെ ചില പശ്ചാത്തലത്തിലേക്ക് കടന്നു വരാം. കഅബാലയം പണിയാൻ അല്ലാഹു തിരഞ്ഞെടുത്ത ഒരു സ്ഥലം ഈ മലമടക്കിന്റെ നടുവിലാണ്.
മലകൾക്കുള്ളിലാണ്. മലക്കുകൾ ഇറങ്ങി വന്നു ബൈത്തുൽ മഅമൂറിൽ നിന്നും. എന്തിന്? കഅബാലയം പണിതാൻ. ആകാശത്തിൽ നിന്നും ബൈത്തുൽ മഅമൂർ എന്ന മലക്കുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന സ്ഥലമാണ് കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. എന്ന് പറഞ്ഞാൽ കഅബാലയത്തിന്റെ അതേ രീതിയിൽ നേരെ മുകളിലാണ്, ഏഴാം ആകാശത്തിന്റെ മുകളിൽ ബൈത്തുൽ മഅമൂർ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ കഅബാലയം നിർമ്മിച്ചപ്പോ അത് ഭൂമിയുടെ അച്ചുതണ്ടായി മാറുകയായിരുന്നു. ഇന്നും ഭൂമി ചലിക്കുന്നുണ്ട്, കറങ്ങുന്നുണ്ട് എന്ന് ചരിത്രകാരന്മാർ തിരിച്ചറിഞ്ഞു. എത്രയോ രേഖകൾ അതിന് തെളിവാൻ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് കഅബാലയത്തിന്റെ മുറ്റത്ത് നമ്മൾ എത്തിയാൽ പ്രിയമുള്ളവരെ, ആളുകൾ ഇങ്ങനെ ചുറ്റുന്നത് കാണാം. ആ ചുറ്റല് കാണുമ്പോ വിശുദ്ധ ഹറം ഷരീഫിന്റെ രണ്ടാമത്തെ നിലയിൽ കയറി നിന്നിട്ട് അടിയിലേക്കൊന്ന് നോക്കുമോ? നിങ്ങൾ ടിവിയിലോ മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ പരിശുദ്ധമായ ഹറം ഷരീഫിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി നിന്നിട്ട് ചുവട്ടിലേക്കൊന്ന് നോക്കിയാ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കാണാം. പുഴുക്കളിങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകുന്നത് പോലെ ജനങ്ങൾ ഒഴുകുകയാണ് കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തും. ഒരച്ചുതണ്ടിന്റെ ചുറ്റുഭാഗത്തായി ഭൂമി കറങ്ങുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ നേർ ചിത്രമാണ് നമുക്ക് അനുഭവപ്പെടുക. അതുകൊണ്ടതൊന്ന് പോയി കാണാ. ഈ പരിശുദ്ധമായ സദസ്സിൽ വന്നിരുന്ന ഈ വിഷയത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ അത് കേൾക്കുന്ന എന്റെ ഈമാനുള്ള മുസ്ലിമേ, ഓ കഅബാലയത്തിന്റെ തിരുമുറ്റത്തെത്താൻ നീയത്ത് വെച്ചോ, അവിടെ എത്തിക്കണേന്ന് ദുആ ചെയ്തോ. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ മക്ക എന്ന് പറയപ്പെടുന്ന സ്ഥലം, ഈ കഅബാലയം നിലനിൽക്കുന്ന ഈ പ്രദേശം മക്ക. ഈ മക്ക എന്ന ആര് പേര് വെച്ചു? അല്ലാഹു പേര് വെച്ചു. അല്ലാഹു പേര് വെച്ചു. മക്കയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുറ, ബക്ക എന്നൊക്കെ പറയുന്നത്. ഉമ്മുൽ ഖുറ, ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ മാതാവ്. എന്താണ് ഇങ്ങനൊരു പേര് വരാൻ കാരണം? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ആദം നബി അലൈഹിസ്സലാം ബാച്ചിലർ ആയിട്ടാണ് ഭൂമിയിൽ വരുന്നത്. ഹവ്വാ ബീബി ഒരിടത്തും ആദം നബി വേറൊരിടത്തുമാണ്. രണ്ടുപേരും ഒരുമിച്ചതും കുടുംബത്തിന് തറക്കല്ലിടുന്നതും ഒരു കുടുംബമായത് ആദ്യമായിട്ട് ഈ നാട്ടിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഗ്രാമങ്ങളുടെ മാതാവ് എന്ന് മക്കയ്ക്ക് പറയപ്പെടുന്നത്. അതേപോലെ മറ്റൊരു കാരണമുണ്ട്, ഭൂമിയുടെ അച്ചുതണ്ടായത് കൊണ്ട്. എല്ലാ നഗരങ്ങളിലും മറ്റൊരു കാരണം പറയുന്നു, ഖലഖല്ലാഹു അവ്വലൻ തുറാബു കഅബ വ തുറാബു മക്ക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോ ആദ്യമായി പടച്ചത് കഅബ ഷരീഫിന്റെ മണ്ണായിരുന്നു. ആ മക്കയുടെ തുറാബായിരുന്നു. തുറാബു കഅബ വ തുറാബു മക്ക. കഅബയുടെയും മക്കയുടെയും മണൽത്തരികളാ അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചതെന്ന് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ലോകത്തിന്റെ മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ വതുൻദിറ യൗമൽ ജംഇ ലാ റൈബ ഫീ ഫരീഖുൻ ഫിൽ ജന്നാ വഫരീഖുൻ ഫിസ് സഈർ. അല്ലാഹു പറയുകയാണ്, നബിയേ, ഈ അറബി ഭാഷയിലുള്ള പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങേക്ക് ഇറക്കി തന്നത് എന്തിനെന്നറിയുമോ? ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ. മക്കക്കാർക്കും മക്കയുടെ അയൽരാജ്യക്കാർക്കോ അങ്ങ് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാ അല്ലാഹു അങ്ങേക്ക് അറബി ഭാഷയിലുള്ള ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാ ഞാൻ ഇന്നലെ പറഞ്ഞുവല്ലോ, ഒരുപാട് ചെറുപ്പക്കാരെ കൊണ്ട്, മക്കളെ കൊണ്ട് പൊറുതിമുട്ടിയ മാതാക്കളുടെ മുമ്പില് പകച്ചു നിൽക്കുന്ന ലോകമേ, ഈ വേളാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇങ്ങനെ കുറെ ചെറുപ്പക്കാരൊരു സംഘടന ഉണ്ടാക്കി, ഒരു ലൈബ്രറി ഉണ്ടാക്കി, അതിന് ഒരു പേര് കൊടുത്തിരിക്കുന്നു മക്കത്തുൽ മുക്കറമ ഇസ്ലാമിക് ലൈബ്രറി. അല്ലാഹു ആദ്യമായി നിർമ്മിച്ച നാട് മക്കയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്തു പോയൊരു രംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ കഅബ ഷരീഫിന്റെ മുറ്റത്ത് ജനിച്ചു വീണപ്പോ, ഇന്ന്
മക്കയിൽ ചെന്നാൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിയുടെ മകനായി ജനിച്ചപ്പോ ആ സ്ഥലം ആമിന ബീവിയുടെ അന്നത്തെ വീട്. ആമിന ബീവിയുടെ വീട് ബഹുമാനപ്പെട്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം ഇന്നൊരു ഭൂലോകത്തെ ലൈബ്രറിയാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ചെന്നാ കാണാം ഒരു ഇസ്ലാമിക് ലൈബ്രറി, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലൈബ്രറി. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലേക്ക് സുജൂദിൽ കിടക്കുമ്പോൾ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ ഒരുപാട് കഥകൾ നമ്മൾ ഓർത്തുപോകും. എന്റെ പ്രിയമുള്ളവരെ, കഅബയുടെ മുറ്റത്തെത്തുമ്പോഴാണ് മനസ്സ് വല്ലാതെ നിറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കറിയുമോ, ആ കഅബാലയത്തിന്റെ മുറ്റത്താണ് അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടക്കുമ്പോ പുഴുക്കൾ ഇറങ്ങുകയും കയറുകയും ചെയ്തുകൊണ്ടിരുന്ന ദുർഗന്ധം വമിക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചു കൊണ്ടുവന്ന് അബൂജഹൽ റസൂലുള്ളാഹിന്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തപ്പോ പുണ്യശിരസ് ഉയർത്താൻ കഴിയാതെ സുജൂദിൽ മണിക്കൂറുകളോളം കിടക്കേണ്ടി വന്നപ്പോ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നിട്ട് വാപ്പാന്റെ കഴുത്തിൽ കിടന്ന ആ കുടൽമാല ഇളങ്കൈ കൊണ്ടെടുത്തു മാറ്റിയില്ലേ. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അറിയില്ലേ നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയേറെ നാഴികക്കല്ലുകളായ സഹാബാക്കളുണ്ട്. മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ലോകത്തിന് മറക്കാൻ കഴിയുമോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ ഈ മക്കാ മുക്കറമയിലെ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച ഒരുപാട് ക്രൂരന്മാര് നിഷ്ഠൂരമായി തല്ലിച്ചതച്ചത്, ക്രൂരമായി മർദ്ദിച്ചത് ഈ കഅബാലയത്തിന്റെ മുറ്റത്ത. എന്തിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞതിന്റെ പേരിൽ. അല്ലാഹു അല്ലാതെ ആരെയും ആരാധിക്കരുത്, പടച്ചോന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അനുഭവിച്ച ത്യാഗവും വിഷമവും എന്റെ പ്രിയമുള്ളവരെ, മക്കയുടെ കഅബാലയത്തിന്റെ മുന്നിലെത്തുമ്പോ ആ ചരിത്രം ഓർക്കുന്നവരുടെ കണ്ണുകൾ അറിയാതെ സജലങ്ങളാവുകയാണ്, കരയുകയാണ്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഈ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച ആളുകൾ ക്രൂരമായി തല്ലിച്ചതച്ചത് അവസാന തൂക്കുമരത്തിലേറെ ആ തൂക്കുകയറിൽ ആടിയപ്പോ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞ വരികളുണ്ടല്ലോ, ഈരടികളുണ്ടല്ലോ. ഓ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓരോ വചനങ്ങളും ഇന്ന് കഅബാലയത്തിന്റെ ചുമരുകൾ നമുക്ക് പറഞ്ഞു തരും. തീർന്നില്ല. കറുത്ത വർഗ്ഗക്കാരനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച അതിക്രൂരമായി കഠിനമായി മർദ്ദിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ദീൻ സ്വീകരിച്ചതിന്റെ പേര് ഒരുപാട് സഹാബികളെ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച ക്രൂരമായി മർദ്ദിച്ചത്. ഇന്ന് നമ്മൾ പോയി കഅബയുടെ മുറ്റത്ത് നിൽക്കുമ്പോ, ഓ കഅബാലയത്തിന്റെ ചുറ്റും അങ്ങനെ തവാഫ് ചെയ്യുമ്പോ അറിയുന്നവരെ, ചരിത്രം അറിയുന്നവരെ ഓർക്കണേ, ഒരുപാട് രക്തം കൊണ്ട് ചുവന്നു പോയ മണ്ണാ, ഒരുപാട് കണ്ണുനീര് കൊണ്ട് ചെഞ്ചായ, ഒരുപാട് കണ്ണുനീര് കൊണ്ട് ഉപ്പരസമായി പോയ മാറിയ മണ്ണാണ്. ഒരുപാട് രക്തം വീണിട്ട് ചെഞ്ചായ മണിഞ്ഞ മണ്ണാ കഅബയുടെ പരിശുദ്ധമായ മണ്ണ്. ആ കഥകളൊന്നോർക്കാ, ഓ കഥകളെ കുറിച്ചൊന്ന് സ്മരിക്കാ. ആ കഅബാലയത്തിന്റെ മുറ്റത്തെത്തുമ്പോ മനസ്സ് നിറയുകയാ, കണ്ണുകൾ നിറയുകയാ. അവിടെ എത്താനുള്ള ഭാഗ്യം അല്ലാഹു പാവങ്ങളായ നമുക്ക് തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ ആ നാട്ടിൽ നിന്ന് മാറ്റി പുറത്താക്കപ്പെട്ടു. മക്കയിൽ നിന്ന് പോകാൻ നേരം അല്ലാഹുവിന്റെ റസൂൽ പോവുകയാണ്. കുറെ പോയിട്ട് തിരിഞ്ഞു നിന്നിട്ട് കഅബാലയത്തെ നോക്കി പൊട്ടിക്കരഞ്ഞു. അതൊരു വല്ലാത്ത ഹൃദയത്തിന്റെ പൊട്ടലായിരുന്നു. ഇന്നും കഅബാലയത്തിന്റെ മുറ്റത്തെത്തുമ്പോ ആ പൊട്ടൽ നമുക്ക് അനുഭവപ്പെടും. പ്രിയമുള്ളവരെ, നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഏ കഅബ, ഞാൻ പോവുകയാ, നിവർത്തിയില്ലാതെ, നിർവാഹമില്ലാതെ, നിർബന്ധിതനായി ഞാൻ പോവുകയാ. വലൗലാ അന്നി അഖ്റജ ഖൗമി, എന്റെ നാട്ടുകാരനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ
ലമാ ഖറജ്തു, ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് പോവില്ലായിരുന്നു. ഇന്നകി ലഖൈറു അർളില്ലാ, ഏ കഅബ, നീ ഭൂമിയിലെ ഏറ്റവും നല്ല നാടാണ്. ഏ കഅബ, ഈ മണൽത്തരികളിൽ ഈ ഭൂമി ലോകത്തെ ഏറ്റവും നല്ല നാടാണ് നീ. വഇന്നകി ലഖൈറു അർളില്ലാ, അല്ലാഹുവിന്റെ ഭൂമികളിൽ ഏറ്റവും പവിത്രമായ ഭൂമിയാണ് നീ. ഇബ്രാഹിം ഹറമൽ മക്ക വഅന ഹറംതുൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയെ ഹറമാക്കി, പവിത്രമാക്കി, ഞാനോ മദീനയെ പവിത്രമാക്കി എന്ന് ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പരിശുദ്ധമായ കഅബ, അല്ലാഹ് പറയുന്നു ഈ നാട്ടിന് മുന്നറിയിപ്പ് കൊടുക്കാനും. അന്ന് മക്കയുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ മക്കയുടെ അവസ്ഥ പരിതാപകരമായ അവസ്ഥയാണ്. പെണ്ണിനും കള്ളിനും വേണ്ടി എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മക്കക്കാര് മുഴുവനും അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ ജീവിതം മുഴുവനും പടച്ചോന് തൃപ്തിയില്ലാത്ത, പടച്ചോന് പൊരുത്തമല്ലാത്ത ഒട്ടേറെ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കലും അവയുടെ മുന്നിൽ പ്രതിഷ്ഠയർപ്പിക്കലും ആ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി കാര്യങ്ങൾ ചോദിക്കലോ, അങ്ങനെ ജീവിതം ശിർക്കിലേക്ക്, കുഫറിലേക്ക് മാറിപ്പോയൊരു സമൂഹത്തിന്റെ ഇടയിലേക്കാ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുന്നത്. ആ പ്രവാചകൻ കടന്നു വന്നപ്പോ ഈ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ചാണ് ഒരുപാട് വഹീന്റെ തുടക്കവും ഒരുപാട് ജിബ്രീലിന്റെ സന്ദർശനവും ഒക്കെ ഈ കഅബാലയത്തിന്റെ മുറ്റത്താണ്. അല്ലാഹു പറയുന്ന നബിയേ ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലാ, ഈ മക്കക്കാർക്കും പരിസരത്തുള്ള രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് കൊടുക്കാ, അതിനു വേണ്ടിയാ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ അവതരിച്ചു തന്നിരിക്കുന്നത്. സംശയമില്ലാത്ത, ഒരു തർക്കവുമില്ലാത്ത, ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു ദിവസം വരാനിരിപ്പുണ്ട്. ലോകത്തെ സർവ്വ ജനകോടികളെയും പടച്ചതമ്പുരാൻ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഓ ദിവസത്തെ പറ്റി മുന്നറിയിപ്പ് കൊടുക്കാനാ അല്ലാഹു നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ തന്നത്. അല്ലാഹ് പറയുകയാ, ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ്സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്കും പോകുന്ന ഒരു ദിവസം, അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കാനാണ് ഈ മക്കക്കാർക്കും മക്കയ്ക്ക് പരിസരമുള്ള രാജ്യങ്ങൾക്കും. അപ്പൊ അല്ലാഹു തആല തന്നെ പറഞ്ഞു, ഈ നാടിന്റെ പേര് ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ നേതാവ്, മാതാവ്. മറ്റൊരു പേരുണ്ട് ബക്ക. അല്ലാഹു പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽആലമീൻ. അല്ലാഹു പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ, ഭൂമി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് അനുഗ്രഹീതമായ ബക്കയിൽ നിർമ്മിക്കപ്പെട്ടത്. ബക്ക മക്ക എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബക്ക എന്ന് പറഞ്ഞാൽ കഅബ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഹറം ഷരീഫിന്റെ ഉൾഭാഗം. മക്ക എന്ന് പറഞ്ഞാൽ ഹറം മുഴുവനും, മക്കയുടെ ഹറം കേന്ദ്രീകരിച്ചിട്ടുള്ള 10-15 കിലോമീറ്റർ ചുറ്റളവിന്റെ ഉള്ളിൽപ്പെടുന്ന സ്ഥലമാണ് മക്ക. ബക്ക എന്ന് പറഞ്ഞാൽ കഅബാലയം സ്ഥിതി ചെയ്യുന്ന ഹറമിന്റെ ഉൾഭാഗം. ഇത് മക്കയുടെ മറ്റൊരു പേരാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിന് പരിശുദ്ധമായ ഈ മക്ക മുക്കറമയിലാണ് മലക്കുകൾ ഓരോന്നായി ഓരോ സമയത്തും ഇറങ്ങി വരുന്നത് ഈ പരിശുദ്ധമായ മക്കയിലേക്കാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓരോ വെള്ളിയാഴ്ചയും വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഓരോ പള്ളികളിലേക്കും മലക്കുകൾ വരും. ഓരോ പള്ളിയിലും മലക്കുകൾ വരും. വേളാവൂർ പള്ളിയിലും വരും. വന്നിട്ട് ഓരോ പള്ളിക്കും എത്ര വാതിലുകളുണ്ടോ ആ വാതിലുകൾ കണക്കാക്കിയാണ് മലക്കുകളെ അള്ളാഹു പറഞ്ഞയക്കുക. വേളാവൂർ പള്ളിക്ക് എത്ര വാതിലുണ്ട്? പള്ളി കയറിയെങ്കിലേ മനസ്സിലാവുള്ളൂ അല്ലേ? എത്ര വാതിലുണ്ട്? 5 വാതിലുണ്ട്. ഉറപ്പ് തന്നെ, മുഹമ്മദാണ് പറഞ്ഞത്, സദസ്യരാരും പറഞ്ഞില്ല. 5 വാതിലുകൾ ഉണ്ടെങ്കിൽ 5 മലക്കുകളെ വേളാവൂര് പള്ളിക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞേക്കും. ഒരു വലിയ ഏടുമായിട്ടാണ് അവർ വരിക. ആ ഏടും പിടിച്ചിട്ട് അവർ ഓരോ വാതിലിലും ഓരോ മലക്കുകൾ നിൽക്കും.
അതുകൊണ്ടാ പറഞ്ഞത് പള്ളിയിലേക്ക് കയറുമ്പോ ബിസ്മി പറയണം, ദുആ ചെയ്യണം, വലതുകാല് കൊണ്ട് കയറണം എന്നൊക്കെ പറയണം. അതുകൊണ്ടാണ് നിങ്ങൾ കയറുമ്പോ ഒരാള് അബ്ദുള്ള എന്ന് പേരുള്ള ഒരാള് കയറി ചെല്ലുമ്പോ അയാളുടെ പേര് മലക്കുകൾ രേഖപ്പെടുത്തും. അബ്ദുള്ള, അബൂബക്കറിന്റെ മകൻ അബ്ദുള്ള, ഇന്ന സമയത്ത് ഇന്ന ആഴ്ച ഇന്ന വെള്ളിയാഴ്ച പള്ളിയിൽ കയറിയിരിക്കുന്നു എന്ന് എഴുതി വെക്കുകയാണ്. ഇമാം ഖുത്ബ ഓതാൻ മിമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഏട് അടച്ചു, അവർ ഖുത്ബ കേൾക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ കയറുന്നവരുടെ പേര് ഏടിൽ ഉണ്ടാവൂല. അങ്ങനെ 3 വെള്ളിയാഴ്ച നിങ്ങളുടെ പേര് ആ ഗ്രന്ഥത്തിലില്ലയോ, നിനക്ക് പ്രതിഫലമില്ലാതായി പോയി. ജുമാ നിസ്കരിച്ചോ? നിസ്കരിച്ചു. കൂലിയുണ്ടോ? ഇല്ല. അള്ളാന്റെ അടുക്കൽ ചെല്ലുമ്പോ ആക്ഷേപം വേറെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പൊ മലക്കുകളെ പല പള്ളികളിലേക്കും ലോകത്തിന്റെ സർവ്വ സ്ഥലങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹു ആദ്യമായി ഇറക്കി വിടുന്നത് ഈ കഅബാലയത്തിലാണ്. അവിടെ നിന്നിട്ടാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലാണ് ബൈത്തുൽ മഅമൂറിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നത്. ഈ കഅബാലയത്തിൽ വന്നതിന് ശേഷമാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് മലക്കുകൾ ഇങ്ങനെ പ്രവഹിക്കുന്നത്, ഓരോ ഭാഗത്തേക്കും പോകുന്നത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ആ കഅബാലയത്തിലാണ് ആദ്യമായി മലക്കുകൾ ഇറങ്ങുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബൈത്തുൽ ലൈലത്തുൽ ഖദർ വരാൻ കൂടുതലും സാധ്യത 27 രാവിലെ. അതുകൊണ്ട് മക്ക മുക്കറമയിലെ ഇമാം അബ്ദുറഹ്മാൻ സുദൈസിയുടെ ദുആ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, 2 ഹജ്ജിന്റെ ആള് കൂടും ഒരു 27 രാവിലെ മക്കത്തുൽ മുക്കറമയിൽ. ഹജ്ജിന് എത്ര ആള് കൂടും? 30 ലക്ഷം, 35 ലക്ഷം, മാക്സിമം 40 ലക്ഷം. അതിനപ്പുറത്തേക്ക് പോകാറില്ല. ഓരോ രാജ്യത്തിനും നിശ്ചയിക്കപ്പെട്ട കോട്ടകളുണ്ട്. ആ കോട്ടയ്ക്ക് അപ്പുറം കൊടുക്കൂല. കേരളത്തിന് 8,000 8,500 പേരാണ് ആകെ ഒരു വർഷം ഗവൺമെന്റ് കൊടുക്കുക, ഹജ്ജ് കമ്മിറ്റിയിൽ പോകാൻ കഴിയുക. ഉംറയ്ക്ക് അങ്ങനെയില്ല. ഓരോ റമളാനിലും ആളുകൾ ജനലക്ഷങ്ങളാണ്. നിബന്ധനകളില്ലാത്തത് കൊണ്ടും അതിന് പ്രത്യേകമായ റൂൾ ഇല്ലാത്തത് കൊണ്ടും ഉംറയ്ക്ക് വരുന്നവർ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വിസ അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് ലക്ഷങ്ങളാണ്. കഴിഞ്ഞ റമളാനിൽ മക്ക മുക്കറമയിൽ കൂടിയ ആളുകളുടെ കണക്ക് പത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. അറബി പത്രങ്ങൾ. സൗദിയിൽ 78 ലക്ഷം ആളുകളാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ ലൈലത്തുൽ ഖദറിന്റെ അന്ന്, അതെ 27-ാം രാവിന്റെ അന്ന് ഇമാം സുദൈസിയുടെ ദുആയിൽ പങ്കെടുക്കാനും ഹറമിൽ നമസ്കരിക്കാനും ഈ വിനീതനായ ഞാനും ആ സദസ്സിൽ പങ്കെടുത്തിരുന്നു. പോകാൻ വേണ്ടി ചെന്നു. അള്ളാന്റെ തൗഫീഖ് നോക്കണം എന്റെ പ്രിയമുള്ളവരെ. വിശുദ്ധ കഅബാലയത്തിൽ നിന്നും, അതേ മസ്ജിദുൽ ഹറാമിൽ നിന്നും 6 കിലോമീറ്റർ അകലെ റോഡിൽ തുണിവിരിച്ചാൽ ഞങ്ങൾ നമസ്കരിച്ചത്. കഅബയൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല. ഈ ലക്ഷങ്ങളുടെ ഇടയിൽ എങ്ങനെ ചെല്ലാൻ, എങ്ങനെ പോകാൻ? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉംറത്തുൻ ഫീ റമളാൻ തഅദിലു ഹജ്ജത്തൻ. റമളാനിലെ ഒരു ഉംറ ഒരു ഹജ്ജിന് പകരമാണ്. റമളാനിൽ ഹജ്ജ് ചെയ്യുന്ന മനുഷ്യർക്ക് ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം തരാമെന്ന് ലോകത്തിന്റെ മുത്ത് വഅദ ചെയ്തിട്ടുള്ളപ്പോ അത് നെഞ്ചിലേറ്റിക്കൊണ്ട് 10,000 ലക്ഷങ്ങൾ ഒഴുകി വരികയാണ് മക്ക മുക്കറമയിലേക്ക്. നാം ഓർക്കണം എന്റെ പ്രിയമുള്ളവരെ, അതാണ് കഅബയുടെ മഹത്വം. കഅബയുടെ പ്രതിഫലവും മഹത്വവും പ്രാധാന്യവും അതാണ്. എന്താണ് ഈ കഅബ? കഅബ് എന്ന് പറഞ്ഞാൽ ചതുരാകൃതിയിലുള്ള ഒരു ബിൽഡിംഗ്, ഒരു സാധനം എന്നേ ഉള്ളൂ അർത്ഥം. കഅബ എന്ന് നമ്മൾ പേര് വെച്ചതാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാം. കഅബയുടെ ഒരു പേരാണ് കഅബ. പക്ഷേ കഅബ യഥാർത്ഥത്തിൽ അതിന്റെ പേര് 3 പേരുകളാണ് കഅബയ്ക്കുള്ളത്. അതിന്റെ പേരായി കഅബ നിശ്ചയിക്കപ്പെടുന്നത് പിന്നീടാണ്. ആളുകൾ, അറബികൾ ആരും ചതുരാകൃതിയിൽ വീടുണ്ടാക്കിയിരുന്നില്ല. കാരണം എന്താണ്? കഅബ ചതുരാകൃതിയിലുള്ളതായതുകൊണ്ട് ആ രൂപത്തിൽ വീടുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് അവരാരും വീടുണ്ടാക്കിയിരുന്നില്ല. ആദ്യമായിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ ഹിജറ 470-ലാണ് ആദ്യമായി സൗദിയിൽ ഒരു ചതുരാകൃതിയിലുള്ള വീട് വരുന്നത്. അന്നേ വരെ മക്കയുടെ പരിസരത്തോ സൗദിയിലോ അറബികളാരും ചതുരാകൃതിയിൽ വീടുണ്ടാക്കിയിരുന്നില്ല. കാരണം എന്താ? കഅബാലയത്തിന്റെ രീതി ചതുരാകൃതിയായതുകൊണ്ട് ആരും ചതുരാകൃതിയിൽ വീടുണ്ടാക്കാൻ മടിച്ചിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ കഅബ ചതുരാകൃതിയിലുള്ള സാധനം എന്നർത്ഥം വരുന്ന ഈ കഅബ എന്ന പേര്
പരിശുദ്ധമായ ഗേഹത്തിന് ചാർത്തപ്പെട്ടത്. അള്ളാഹു പറഞ്ഞ പേരെന്തെന്നറിയോ? അള്ളാഹു ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും പറഞ്ഞു, അന്തഹിറാ വൈദ് അവാഹിദിനാ ഇലാ ഇബ്രാഹിമ വ ഇസ്മായിൽ അന്തഹിറാ ബൈതിയൽ തായിഫീന വൽ ആകിഫീന വറുക്ഇസ് സുജൂദ്. എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇബ്രാഹിമേ. അവർക്ക് സുജൂദ് ചെയ്യാനോ റുക്കൂ ചെയ്യാനോ അവർക്ക് ആരാധനകൾ അർപ്പിക്കാനോ അങ്ങന്റെ വീട് പരിശുദ്ധമാക്കി വെക്കണേ. അല്ലാഹു ഇബ്രാഹിമിനോട് പറഞ്ഞു. അപ്പൊ അള്ളാഹു ഇട്ട പേരാണ് ബൈത്തുള്ള. അള്ളാന്റെ വീട്, കഅബാലയത്തിന്റെ ഒരു പേരാണ് ബൈത്തുള്ള, അല്ലാഹു തആലയുടെ വീട്. അള്ളാഹുവിലേക്ക് ഒരു സാധനത്തെ ചേർക്കുമ്പോ തന്നെ അതിന്റെ മഹത്വം കൂടി, അല്ലേ? നമുക്കറിയല്ലോ സാലിഹ് നബിയുടെ ഒട്ടകത്തെ കുറിച്ച്. സ്വാലിഹ് നബി ഒരു നാട്ടിൽ ചെന്നു, മദായിൻ സ്വാലിഹ്. ഇന്നും മദീനത്ത് നിന്ന് 430 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു സ്ഥലമാണ് മദായിൻ സ്വാലിഹ്. അവിടെ ചെന്നാൽ ഇന്നും സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി അള്ളാഹു ഇറക്കിവിട്ട ഒട്ടകത്തെ ഇറക്കിവിട്ട പാറയും അത് വെള്ളം കുടിച്ച കിണറും ഇന്നും പുരാവസ്തു ഗവേഷകർ സൂക്ഷിച്ചിട്ടുണ്ട്. ചെന്നാൽ കാണാൻ കഴിയും. ഉംറയ്ക്കോ ഹജ്ജിനോ പോകുന്നവർക്ക് അതൊന്നും കാണാൻ കഴിയില്ല. വിസയുള്ളവർക്കോ വിസിറ്റിംഗ് വിസയിലോ പോകുന്നവർക്ക് അതൊക്കെ പോയി കാണാം. സ്വാലിഹ് നബി അവരോട് ചെന്ന് ഉപദേശിച്ചപ്പോ അവര് പറഞ്ഞ, സ്വാലിഹെ, നീ കുറെ നാൾ കൊണ്ട് ഇങ്ങനെ പറയുന്നല്ലോ, നീ ഒരു അത്ഭുതം കാണിച്ചതാ, എന്നാ ഞങ്ങൾ വിശ്വസിക്കാം. എന്താ അത്ഭുതം? ഈ കാണുന്ന പാറയിൽ നിന്നും ഒരു ഒട്ടകത്തെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു, ഗർഭിണിയായ ഒട്ടകത്തെ. കാരണം എന്താണ്? അന്ന് അറബികൾ ആകപ്പാട് അവർക്കറിയുന്നൊരു മൃഗം ഒട്ടകമേ ഉള്ളൂ, അവർക്കറിയുന്നൊരു വാഹനം ഒട്ടകമേ ഉള്ളൂ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത് കണ്ടില്ലയോ? മരുഭൂമിയുടെ കപ്പലാണ് ഒട്ടകം. അതുകൊണ്ട് സ്വാലിഹേ, ഈ പാറയിൽ നിന്ന് ഒട്ടകത്തെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നാൽ ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ട പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാം നിരാശനല്ല. അല്ലാഹുവോട് കൈയുയർത്തി ദുആ ചെയ്തു സ്വാലിഹ് നബി അലൈഹിസ്സലാം, അല്ലാഹുവേ, ഇവത്തുങ്ങൾ എന്നോട് വല്ലാത്തൊരു കാര്യം ചോദിച്ചു നാഥാ. ഞാനോ നിന്നോട് നിരാശനല്ല. അതുകൊണ്ട് ഇവർ ഇസ്ലാം മതം സ്വീകരിച്ച, ഇവര് നിന്നെ അനുസരിക്കാൻ തയ്യാറായാൽ അതാണ് എനിക്ക് ഉത്തമം. സ്വാലിഹ് നബി പറയുകയാ, അതുകൊണ്ട് പടച്ചോനേ, ഇവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അങ്ങനെ അല്ലാഹു തആല ഒരൊട്ടകത്തെ പാറയിൽ നിന്ന് ഇറക്കി കൊടുക്കുകയാണ്. ഒരു ഗർഭിണിയായ ഒട്ടകമായിരുന്നു. ചരിത്രത്തിൽ കാണാ, സാധാരണ ഒട്ടകത്തിനേക്കാൾ 10 ഇരട്ടി വലുപ്പമായിരുന്നു ആ ഒട്ടകത്തിന്. അതിങ്ങനെ ഇറങ്ങി വന്നു. അതിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വാലിഹ് നബി പറഞ്ഞു, ഇത് അള്ളാന്റെ ഒട്ടകമാണ്, നിങ്ങൾ തൊടാൻ പാടില്ല. വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഖുദുകും അദാബുൻ ഖരീബ് അദാബുൻ അലീം. ഇങ്ങനെ വ്യത്യസ്ത രീതികൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തെ പിടിക്കരുത്, അതിനെ അറുക്കരുത്, അതിനെ ഉപദ്രവിക്കരുത്. ചെയ്താൽ ഫയഖുദുകും അദാബുൻ ഖരീബ്, ആസന്നമായ ശിക്ഷ നിങ്ങളെ പിടികൂടും. എന്താ? ഒട്ടകത്തെ പിടിക്കാൻ പാടില്ലേ? അറുക്കാൻ പാടില്ലേ? ഈ ഒട്ടകത്തെ അറുക്കാൻ പാടില്ല. കാരണം എന്താ? ഇത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു പോയി. നാഖത്തല്ലാഹി വസുഖിയാഹാ فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها. അവരാ ഒട്ടകത്തെ അറുത്തു. അറുത്തപ്പോഴോ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവാഹാ. അവരാ ഒട്ടകത്തെ അറുത്തു 3 ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോ ലോകത്തെ തന്നെ, ആ നാടിനെ തന്നെ അല്ലാഹു തകർത്ത് കളഞ്ഞോ. ലോകത്തിന്റെ വരെ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ലോക ജനതയ്ക്ക് മുന്നിൽ എന്നും ഒരു വലിയ കടാവിളക്കായി അല്ലാഹു സൂക്ഷിച്ചിരിക്കുകയാ. മദായിൻ സ്വാലിഹ് ഉഴുതു മറിച്ചു കളഞ്ഞോ പടച്ചതമ്പുരാ. അതേപോലെ പടച്ചവന്റെ പേരിലേക്ക് ചേർത്ത് പറഞ്ഞ ഒന്നാണ് കഅബ. ആ
കഅബ ശരീഫ് പൊളിക്കപ്പെടും മക്കളെ, ഒരു നാൾ തകർക്കപ്പെടും. ആ കഅബ ശരീഫിന്റെ ഓരോ കല്ലുകളും എടുത്തിട്ട് വലിച്ചെറിയുന്നവ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു സഹാബ എന്ന് മദീനത്തെ പള്ളിയിൽ വെച്ച് ആദരവായ പ്രവാചകൻ തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയാ. സഹാബ, ഖിയാമത്ത് സംഭവിക്കുന്നതിന് 3 ദിവസം മുമ്പ്, ഈ ലോകം തകർന്നടിയുന്നതിന് 3 ദിവസം മുമ്പ് അള്ളാഹുവിന്റെ പേരിലേക്ക് ചേർത്ത് പറഞ്ഞ കഅബാലയമുണ്ടല്ലോ സഹാബ, സുലൈഖൈനി ഹബശിയാൻ, 2 കറുത്തവരായ നീഗ്രോകൾ വന്നിട്ട് കഅബാലയത്തെ തകർത്ത് കളയും സഹാബ. ഓരോ കല്ലുകളും അവരെടുത്ത് വലിച്ചെറിയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് അവരെ കാണുന്നു സഹാബ. അവര് വലിയ കറുകറുത്ത ആളുകളാ, അവര് തണ്ടങ്കാല് വലിപ്പമുള്ള ആളുകളാ, രോമാവൃതമായ ശരീരങ്ങളുള്ള ആളുകളാ. അവര് നാളെ വന്നിട്ട് കഅബാലയം തകർത്ത് കളയും സഹാബ. അത് തകർത്ത് കളഞ്ഞാൽ 3-ാമത്തെ ദിവസം നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഈ ഭൂമി തവിടുപൊടിയാകുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അത് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ സംഭവിക്കാതിരിക്കട്ടെ.